ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുയൽ ഗ്രില്ലാണ്. മുയലിനെ നല്ല മസാലയൊക്കെ തേച്ച് ഗ്രില്ലാക്കാൻ പോവാണ്. ഇതാ മുയലിനെ കിട്ടിയിട്ടുണ്ട്. കണ്ടാ, അത് ഏകദേശം ഒരു കിലോൻ്റെ മേലുള്ള മുയലാണ്. ഇതിനെയാണ് നമ്മൾ ഗ്രില്ലാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഗ്രില്ല് ചെയ്യാമെന്ന് നോക്കാം. ഗ്രില്ല് ചെയ്യാൻ വേണ്ടി നമ്മളിതാ മുയലിന് ഫുള്ള് നല്ല ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഇതിൽ കുറേ വരട്ട് കൊടുക്കണം, മസാല പിടിക്കാൻ വേണ്ടിയിട്ട്. നമുക്കത് ഇട്ട് കൊടുക്കാം, നല്ല മസാല പിടിക്കുള്ളൂ. അപ്പോൾ നമ്മൾ കണ്ട ഫുള്ള് വരട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇതിനുള്ള മസാല പ്രിപ്പയർ ചെയ്യാം. ഭവാനിത്തള്ളേ എന്നെ വലിയ കാര്യ ഭവാനിത്തള്ളേ എന്താ കാണിക്കുന്നത്? ഇവിടെ വന്ന് നിക്ക് പറഞ്ഞതാ. ആദ്യം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ച് തോനിരിക്കട്ടെ, മുളക് പൊടി, ഗരം മസാല, ഉപ്പ്, കുറച്ച് പാപ്രിക്ക പൗഡർ കേട്ടോ, നല്ല ഫ്ലേവർ ആയിട്ട് കുറച്ചിട്ടാൽ മതി. ലേശിട്ട് കൊടുക്കുക, കുറച്ച് തൈര്, കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം, ഒരു ചെറിയ സ്വീറ്റ്നെസ്സിന്, ഒരു ലേശം പെപ്പർ പൗഡർ കേട്ടോ, ഇതൊക്കെ ചേർത്ത് നല്ല മിക്സ് ചെയ്യുക. ലേശം വെളിച്ചെണ്ണ, മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മേലെ തട്ടി കൊടുക്കാം. ഇതിൻ്റെ ചന്തിയിലൊക്കെ തേച്ച് കൊടുക്കുക. ചന്തിന്നല്ലേ പറയുക, എന്താ പറയുക. അപ്പോൾ അതാ നമ്മൾ മസാലയൊക്കെ തേച്ച് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കാം. എന്നാലാണ് ആ മസാലയൊക്കെ നല്ല പിടിച്ച് നല്ല അതിൻ്റെ ഉള്ളിലൊക്കെ ഇറങ്ങി നല്ല സെറ്റാവുള്ളൂ. എന്താ കേശവ? അപ്പോൾ നമുക്ക് മുയലിനെ ഗ്രില്ല് ചെയ്യാം. അപ്പോൾ അതിന് നമുക്ക് ആദ്യം ചാർക്കോൾ ഇടാം. അപ്പോൾ നമുക്ക് കത്തിക്കാം. സൈഡ് ഇങ്ങനെ ചിരട്ട വെച്ച് കൊടുക്കുക കേട്ടോ, പെട്ടെന്ന് കത്തുപോകും. അപ്പോൾ നമ്മുടെ കനലൊക്കെ ആയിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല കനലായിട്ടുണ്ട്. എന്താ നമുക്ക് അടുത്തത് ഗ്രില്ല് വെച്ച് കൊടുക്കാം. ഇപ്പം ഏകദേശം 1 മണിക്കൂറിന് മേലെ തന്നെ നമ്മളിത് വെച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് മാരിനേറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് ഗ്രില്ലിൽ വെച്ച് കൊടുക്കാം. ഒരു പീസ് ബട്ടർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഉരുകാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് വെച്ച് കൊടുക്കാം കേട്ടോ, ചൂടിനെ ഉരുകട്ടെ. അപ്പം ഇനി നമുക്കിത് മറച്ചിട്ട് കൊടുക്കാം. നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ, ഇട്ടിടുമ്പോഴാണ് ടേസ്റ്റ്. ഇപ്പം നമുക്ക് മറിച്ചിടാം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറിച്ചിട്ടുകൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ എന്താ പറയുക, പെട്ടെന്ന് കരിഞ്ഞു പോകും.
ഉണ്ടാ അടിപൊളിയായിട്ട് വരുന്നുണ്ട് കേട്ടാ. ബട്ടർ വെച്ച് കൊടുക്കും കേട്ടോ. അടിപൊളിയായിട്ടുണ്ട് അല്ലേ? നല്ല വേവായിരുന്നേ. വേവ് കുറച്ച് കൂടുതൽ. ഇതാണ്ടില്ലേ ഏകദേശം അപ്പം അങ്ങനെ ആയി വരുന്നുണ്ട്. ഇതാ ഏകദേശം പകുതിയായി. പക്ഷെ ഇനിയും വേവാനുണ്ട്. കാരണം ഇതിന് കുറച്ച് വേവ് കൂടുതലാണ്, ചിക്കൻ പോലെയല്ല. അങ്ങനെ തിരിച്ചങ്ങോട്ട് മറിച്ച് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ മുയലിറച്ചി റെഡി ആയിട്ടുണ്ട്, മുയലിറച്ചി ഗ്രില്ല്. അപ്പോൾ നമുക്ക് എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം മുയലിറച്ചി റെഡി, മുയലിറച്ചി ഗ്രില്ല് ഉണ്ടാ. ഇതൊക്കെ എന്ത് ഉണ്ടാതിര സ്മെല്ലുണ്ട്, നല്ല സ്മെല്ലുണ്ടായിരുന്നു അകത്ത് വെക്കുമ്പോ. ആ മസാലയുടെ ഒക്കെ സ്മെല്ല്, പിന്നെ ആ സോസിന്റെ ഒരു ചെറിയൊരു ഫ്ലേവേർഡ് ആയിട്ടുള്ള ഒരു സ്മെല്ല് വരും. ഏത് സോസിന്റെ? നമ്മള് കെച്ചപ്പെട്ടില്ലായിരുന്നു, ഒരു ചെറിയ സ്വീറ്റ്നെസ്. കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല, കഴിച്ചു നോക്കാം. പക്ഷേ നല്ല കണ്ടിട്ട് എനിക്ക് തോന്നണത് നമ്മൾ ഗ്യാസിൽ വെച്ച് കുക്ക് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അത് നമുക്ക് ഇങ്ങനെ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. കുക്ക് ചെയ്ത് വെച്ചിട്ട് ഇത് കുറച്ചുകൂടി സോഫ്റ്റ് ആണ്. കഴിച്ചു നോക്കാം അല്ലേ? അപ്പൊ നമുക്ക് കഴിക്കാം. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അപ്പൊ നമുക്ക് കഴിക്കാം. പക്ഷെ സ്ലിപ്പായി പോയതാട്ടോ ചിക്കൻ. കുറച്ച് ഇതേ പ്ലേറ്റ് തന്നെ ആയിരുന്നു, ചിക്കൻ കുറച്ചൊന്ന് സ്ലിപ്പായി താഴത്തോട്ട്. അതാ ഞാൻ പെട്ടെന്ന് അങ്ങനെ ഒരു എക്സ്പ്രഷൻ ഇട്ടത്. അപ്പൊ ഇത് ഞാൻ സ്ലിപ്പ് ആവാതെ പിടിച്ചിരിക്കുന്നു ഗൈസ്. അപ്പൊ ഇവിടെ മുയലുകിൽ എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. അപ്പൊ നമ്മുടെ ഇവിടെ മുയൽ ഗ്രില്ല് റെഡി ആയി കഴിഞ്ഞു. അതാ കണ്ടില്ലേ, കണ്ട ഉള്ളി നാരങ്ങൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് ഇതാ ഇതിൻ്റെ കൂടെ കൂട്ടിക്കഴിക്കാൻ കണ്ട. അപ്പൊ നമുക്ക് കഴിച്ചു നോക്കാം. ഈ ലെഗ് പീസ് തന്നെ പൊട്ടിക്കാം അല്ലേ അതിലെ? സോഫ്റ്റ് വയ്ക്കല്ലേ. ഇതാ ലെഗ് പീസാണ് കേട്ടോ, കാലിൻ്റെ പീസ്. ലെഗ് പീസ്, കാൽ പീസ് കുറച്ചിങ്ങനെ വെറ്റിക്കുക. എന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്, ഒന്നും പറയല്ല. നമ്മൾ ഈ കുക്കറിലൊക്കെ വെക്കില്ല, നോർമലി വരട്ട് റോസ്റ്റ് ആയി അതൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ഹാർഡായിരിക്കും. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല സ്മൂത്തായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കാരണം അടിപൊളി സാധനമാണ്, മസ്റ്റ് ട്രൈ ആണ്. നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. നല്ല സ്മൂത്ത് ഉണ്ട്, സ്മൂത്ത് ഉണ്ട് അല്ലേ? നന്നായിട്ടുണ്ട്. സ്മൂത്ത് ഉണ്ടോ? ചിക്കൻ പോലെ തന്നെ ഉണ്ട്, വലിയ വ്യത്യാസമൊന്നുമില്ല. നല്ല സ്മൂത്ത് ഉണ്ട്. നമ്മള് ഗ്രില്ല് ചെയ്ത കാരണം അതിന്റെ ടേസ്റ്റ് വേറെയാ. നല്ലോണം തീരെ ബലമില്ല, നല്ല സ്മൂത്ത് ഉണ്ട്.